നമ്മുടെ ഈ തിരക്കിട്ട ജീവിതം, ഭക്ഷണ രീതികളൊക്കെ ഒരുപാട് മറ്റ് ഡിസീസുകൾക്ക് കാരണമാകാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ആൻഡ്രോളജിക്കൽ പരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഈ ഭക്ഷണ രീതി അല്ലെങ്കിൽ നമ്മുടെ ഈ തിരക്കിട്ട ജീവിത രീതികൾ, മാറിയ ജീവിത രീതികൾ കാരണമാകാറുണ്ടോ? അതായത് ഇപ്പോൾ ആൻഡ്രോളജി നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് പറയാൻ പറ്റില്ല. നമുക്ക് ആൻഡ്രോളജിയിൽ വരുന്ന പ്രധാനപ്പെട്ട 2 അസുഖങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ ഉദാഹരണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. 2 കുട്ടികൾ ഉണ്ടാവാനുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ 2 പ്രശ്നങ്ങൾ എടുക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെയുള്ള കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സ് അതിലുണ്ട്. അതായത് അതുകൊണ്ടാണോ അതുണ്ടായതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും അതിനൊരു എഫക്റ്റ് ആ അസുഖം ഉണ്ടാകുന്നതിൽ ഉണ്ട്. അങ്ങനത്തെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറുപ്പക്കാരിലുണ്ടാകുന്ന ഉദാഹരണത്തിനുള്ള പ്രോബ്ലംസ്. ചില ആൾക്കാർ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ വന്നിട്ട് അവർക്ക് ഉദാഹരണത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്നത് കേൾക്കാം. പലപ്പോഴും അത് 3-4 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതുവരെ മാരേജിൻ്റെ അത് കൺസ്യൂമേറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് 3-4 വർഷം കഴിഞ്ഞിട്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള ടെൻഷൻ, അത് പുറത്തേക്ക് പറയാനുള്ള ടെൻഷൻ കൊണ്ടാണ് അത്ര വൈകുന്നത്. അത് തീർച്ചയായിട്ടും 90% അവർക്കുള്ള സൈക്കോളജിക്കലായിട്ടുള്ളൊരു പ്രോബ്ലം കൊണ്ടാണ്, കോൺഫിഡൻസിൻ്റെ കുറവ് കൊണ്ടാണ് അതുണ്ടാകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആങ്സൈറ്റി ഫാക്ടറാണ്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് ആൻഡ്രോളജിക്കലായിട്ടുള്ള അസുഖത്തിന് ഉദാഹരണത്തിനുണ്ട്. അതാണ് ഒരു കാരണം. ഇനി യഥാർത്ഥമായിട്ടുള്ള മറ്റു കാരണങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ, ഒരു 10, 50, 52 വയസ്സായിട്ടുള്ള ഒരാൾ, ആൾക്ക് ഉദാഹരണ വൈകല്യമായിട്ട് വന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഉണ്ടാവാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടാവാം. അപ്പോൾ ഷുഗർ നമുക്കറിയാം ഞരമ്പുകളെയും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ്, ചെറിയ ബ്ലഡ് വെസൽസിനെയൊക്കെ വേഗം ബാധിക്കുന്നൊരു അസുഖമാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം കൊണ്ടായിരിക്കാം ആൾക്ക് ഉദാഹരണ വൈകല്യം. അതുപോലെ തന്നെ ആളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പിൻ്റെ അംശം, കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണൽ വേരിയേഷൻസ്, സ്ത്രീകളുടെ ഹോർമോണിൻ്റെ അളവ് കൂടുക ശരീരത്തിൽ, ആ ബാലൻസ് തെറ്റി, ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രോജൻ, ആ ബാലൻസ് തെറ്റിപ്പോവുക. അപ്പോൾ അതൊരു കോൺട്രിബ്യൂട്ടറി ഫാക്ടറാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലഡ് വെസൽസിൻ്റെ അസുഖങ്ങൾ, ഇപ്പോൾ ഹാർട്ടിൻ്റെ അസുഖമാണെങ്കിലും അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ, ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ ആൻഡ്രോളജി, ഈ ഉദാഹരണ വൈകല്യത്തിലേക്ക്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലമാണ്. അവിടെയാണ് നമ്മൾ ഈ എക്സസൈസ്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, കാർഡിയക് ഡിസീസസ്, പൊതുവിൽ നമ്മുടെ എന്താ പറയുക, രക്തധമനികൾക്ക് ആരോഗ്യം കൂട്ടുന്നതിന്, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ അസുഖത്തിലേക്ക് വരണം ആൻഡ്രോളജിയിലത്തെ, അതായത് കുട്ടികൾ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടിലേക്ക്. അതിലേക്ക് വരികയാണെങ്കിലും പലപ്പോഴും നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ പുരുഷന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ കൗണ്ട് കുറവായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ കുട്ടികളുണ്ടാകാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ കൗണ്ട് കുറവായിരിക്കും. അപ്പം ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നും തോന്നില്ല. പക്ഷേ ഇപ്പോൾ സ്മോക്കിംഗ്, അതുപോലെ തന്നെ ആൽക്കഹോളിസം, അതുപോലെ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്, അതായത് തടി കൂടി വരുന്ന അസുഖം, ഭക്ഷണം ഒരുപാട് കഴിച്ചിട്ട് അങ്ങനെ വരുന്ന അസുഖങ്ങൾ, കൊളസ്ട്രോളിൻ്റെ അതിപ്രസരം, ഇതൊക്കെ കൗണ്ടിനെ ബാധിക്കാമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആകെപ്പാടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പൊതുവായിട്ടുള്ള ആരോഗ്യവും ആൻഡ്രോളജിക്കലായിട്ടുള്ള അസുഖങ്ങളും തമ്മിൽ വളരെ അഗാധമായിട്ടുള്ളൊരു ബന്ധം ഉണ്ട്.